നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിനായി മേയർ MK വർഗീസ് തുറന്നു നൽകി. മണ്ണുത്തി വടക്കാഞ്ചേരി CPIM ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. മണ്ണുത്തിയിൽ MK കണ്ണനും വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയിൽ KCYM ലൂർദ് ഫൊറോന സമിതി മണ്ണുത്തിയിൽ പ്രതിഷേധിച്ചു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ വരെ സമയബന്ധിതമായി 2 ഘട്ടം പൂർത്തീകരിച്ച് മേയർ MK വർഗീസ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കുറുക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമായി 10 കോടി രൂപ ചെലവ് ചെയ്ത് സംസ്ഥാന പാതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കുറുക്കഞ്ചേരിയിൽ അവസാനിക്കുന്നത് മുതൽ കുറുപ്പം റോഡ് ഉൾപ്പെടെ സ്വരാജ് റൗണ്ട് വരെ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നത് പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. തൃശൂർ നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ്. 4 ഘട്ടങ്ങളായി തിരിച്ച് കോൺക്രീറ്റിംഗ് ആരംഭിച്ച് സെപ്റ്റംബർ 24-ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ 28 ദിവസത്തെ ക്യൂറിംഗ് കാലാവധി ഉൾപ്പെടെ പൂർത്തീകരിച്ച് കുറുക്കഞ്ചേരി മുതൽ ഐവിഷൻ ഹോസ്പിറ്റൽ വരെയും ഐവിഷൻ ഹോസ്പിറ്റൽ മുതൽ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ വരെയും 5 കോടി രൂപയുടെ 2 ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഈ പ്രവർത്തനം അതിവേഗം പൂർത്തീകരിക്കുന്നതിന് സഹകരിച്ച് കൗൺസിലർമാർ, എഞ്ചിനീയറിംഗ് വിഭാഗം, പോലീസ്, കോൺട്രാക്ടർ, വ്യാപാരികൾ, ബസ് ജീവനക്കാർ, പ്രദേശവാസികൾ എന്നിവരോടുള്ള നന്ദി മേയർ രേഖപ്പെടുത്തി. കോർപ്പറേഷനെ സംബന്ധിച്ച് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും മറ്റു പ്രദേശങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രവർത്തനം മാതൃകയാകണമെന്നും പ്രവർത്തനത്തിന്റെ മറ്റു 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് 2025 മാർച്ചിൽ ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുമെന്നും മേയർ പ്രത്യാശ പ്രകടിപ്പിച്ചു. 2 ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ച് കുറുക്കഞ്ചേരി മുതൽ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത് ഈ റോഡിൽ നിർമ്മാണ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർ രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. CPIM മണ്ണുത്തി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര അയ്യപ്പ കല്യാണ മണ്ഡപത്തിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ലോക ജനത മുതലാളിത്ത നവ ഉദാര നയങ്ങളുടെ കെടുതിയിൽപ്പെട്ട് പിടയുകയാണെന്നും യുദ്ധവെറി മാനവരാശിക്ക് മേൽ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും ഇതിനൊരു പരിഹാരം സോഷ്യലിസം മാത്രമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത MK കണ്ണൻ പറഞ്ഞു. BJP അധികാരത്തിൽ വന്ന ശേഷം ഭയാനകമായ അസമത്വവും ദാരിദ്ര്യവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക വ്യാവസായിക തകർച്ചയും മോദി സർക്കാരിന്റെ മുഖമുദ്രകളായി മാറിക്കഴിഞ്ഞതായും MK കണ്ണൻ പറഞ്ഞു. മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, കൺവീനർ PR സുരേഷ് ബാബു, ചെയർമാൻ PS വിനയൻ, ട്രഷറർ VS അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 14-ന് വൈകിട്ട് 4 മണിക്ക് പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും മാടക്കത്ര ആൽ പരിസരത്ത് നിന്നും പുറപ്പെട്ട് പൊതുസമ്മേളന നഗരിയായ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തിച്ചേരും. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. സഖാവ് KS ശങ്കരൻ നഗറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് ചെമ്പതാക ഉയർന്നു. മുതിർന്ന പ്രതിനിധി
KM മൊയ്തു പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്വാഗതഗാനം ആലപിച്ചു ഗായക സംഘം. രക്തസാക്ഷി പ്രമേയം S. ബസന്തലാൽ അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം KM അഷ്റഫും അവതരിപ്പിച്ചു. സംഘാടക സമിതിക്ക് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പ്രതിനിധി ഉദ്ഘാടനം നിർവഹിച്ചു. PN സുരേന്ദ്രൻ, KM അഷ്റഫ്, M. ഗിരിജാദേവി, NK പ്രമോദ് കുമാർ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിക്കുന്നു. TV സുനിൽകുമാർ, PS പ്രസാദ്, MR അനൂപ് കിഷോർ, MK ശ്രീജ തുടങ്ങിയ പ്രമേയ കമ്മിറ്റിയും P. മോഹൻദാസ് എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും S. ബസന്തലാൽ എന്നിവരടങ്ങിയ ക്രെഡൻഷ്യൽ കമ്മിറ്റിയും രവി കൊമ്പത്ത് എന്നിവർ അംഗങ്ങളായ രജിസ്ട്രേഷൻ കമ്മിറ്റിയും സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, TK വാസു എന്നിവർ പങ്കെടുക്കുന്നു. ഏരിയയിലെ 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 3170 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റിപ്പോർട്ടിന്മേൽ ചർച്ചയും 5.5 മണിക്കൂർ പൊതുചർച്ചയുമുണ്ട്. ഡിസംബർ 13 പ്രതിനിധി സമ്മേളനം സമാപിക്കും. 14 ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയുമുണ്ട്. ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷനിൽ തയ്യാറാക്കിയ സഖാവ് A. പത്മനാഭൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നേരിട്ട പാർട്ടിയാണ് നമ്മുടെ. അപ്പോ ഇതൊരു പുതിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. പുതിയ കാലത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഞാൻ ഈ മാധ്യമ പ്രവർത്തകர்கள் ഇപ്പോൾ സമ്മേളനത്തിന്റെ ഈ കാര്യം സൂചിപ്പിച്ചത് 47,000 പേർ പങ്കെടുക്കുന്ന ഇത്ര ബൃഹത്തായ ഒരു സമ്മേളനം ഇത്ര അച്ചടക്കത്തോടു കൂടി ജില്ലയിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക്, സംസ്ഥാനത്ത് മറ്റേതെങ്കിലും പാർട്ടി, ഇന്ത്യയിൽ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് ഇതേ രീതിയിൽ സംഘടിപ്പിക്കാനാവുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച് പാർട്ടി സമ്മേളനങ്ങളെ വിലയിരുത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ്. ഇവിടെ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ 23-ാം കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധന ഇവിടെ നടക്കും. അതിന്റെ നിർവഹണത്തിന്റെ ഭാഗമായി നമ്മൾ തീരുമാനിച്ച കാര്യം ഒന്ന്, ഈ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായി ഒരു മതനിരപേക്ഷ ബദലിനു വേണ്ടിയുള്ള പരിശ്രമം തുടരണം. BJPയെ ഒറ്റപ്പെടുത്തണം. BJPയെ ഒറ്റപ്പെടുത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും കരുത്ത് വർദ്ധിപ്പിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മൾ സ്വീകരിച്ച നിലപാടുകളാണ്. ഓരോ പാർട്ടി കോൺഗ്രസും എടുക്കുന്ന നിലപാടുകളെയാണ് നമ്മൾ നയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിക്ക് ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്കറിയാം. ആ പരിപാടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ മനുഷ്യാവകാശ ദിനത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ച് KCYM ലൂർദ് ഫൊറോന സമിതി. KCYM ലൂർദ് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മനുഷ്യാവകാശ ദിനത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ണുത്തി സെന്ററിൽ നടത്തിയ പ്രതിഷേധ സദസ്സിൽ KCYM മുൻ സംസ്ഥാന സെനറ്റ് മെമ്പർ അനീഷ് വരിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. KCYM തൃശൂർ അതിരൂപത ജനറൽ സെക്രട്ടറി മെജോ മോസസ് അധ്യക്ഷത വഹിച്ചു. കേരള സമൂഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സാധാരണക്കാരെ കൊള്ളയടിക്കും വിധം അടിക്കടിയുള്ള വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണമെന്ന് ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. KCYM അംഗങ്ങളായ ഡാനിയൽ ജോസഫ്, ക്രിസ്റ്റി വിൽസൺ, ജോസഫ് ഡൊമിനി, ഷിനോ സൈമൺ, ആഷ്ലിൻ ആന്റണി, ആൽബിൻ ജിസൺ, ആൽഫിൻ ജിസൺ എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരനെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതുണ്ടാക്കേണ്ട ഗവൺമെന്റ് തന്നെ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. എത്രയും വേഗത്തിൽ തന്നെ ആ വർധനവ് പിൻവലിച്ച് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവസരവും അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് വർധനവും പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുമാണ് ഈ ഒരു പ്രതിഷേധ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മെജോ മോസസിനെയും അതുപോലെ തന്നെ ലൂർദ് ഫൊറോന കമ്മിറ്റിയെയും വലിയ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രതിഷേധ സമരം ഈ ഒരു വേളയിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് KCYM. CPIM മണ്ണുത്തി ഏരിയ സമ്മേളനത്തിന് തുടക്കം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ മാടക്കത്ര പടിഞ്ഞാറെ വെള്ളാനിക്കരയിലാണ് സമ്മേളന പരിപാടികൾ. സംഘാടക സമിതി ചെയർമാൻ PS വിനയൻ പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പതാക ഉയർത്തി തുടക്കം കുറിച്ചു. ഏരിയ സെക്രട്ടറി MS പ്രദീപ് ദീപശിഖ തെളിയിച്ചു. MM അവറാച്ചൻ അധ്യക്ഷനായി.
PS വിനയൻ ക്യാപ്റ്റനായി പട്ടാളക്കുന്ന് RK കൊച്ചനിയൻ ബലികുടീരത്തിൽ നിന്നും നെല്ലങ്കര KV ജോസ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥകൾ ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് താടിക്കാരൻ ജാഥ നയിച്ചു. പൊതുസമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ എല്ലാ ജാഥകളും സംഗമിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര സീതാറാം യെച്ചൂരി നഗറിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ നിന്നും പ്രകടനവും ചുവപ്പുസേന മാർച്ചും ആരംഭിക്കും. പൊതുസമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്യും. രക്തം സാക്ഷി രക്തം സാക്ഷി ചേതനയാണ് ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ 16-ന് 4 മണിക്ക് അതിരൂപത മാതൃവേദിയുടെ പുത്തൻപാന നൃത്ത സംഗീതാവിഷ്കാരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജർമ്മൻകാരനായ അർണോസ് പാതിരി എന്ന യോഹാൻ ഏർണസ്റ്റ് ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ള വൈദേശിക സന്യാസിയാണ്. ജർമ്മനിയിലെ ഹാനോവറിന്റെ സമീപത്ത് ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലേക്ക് വന്ന് 1700 ഡിസംബർ 13-ന് സൂററ്റിലെത്തി സന്യാസ പരിശീലനത്തോടൊപ്പം മലയാള സാഹിത്യത്തിലും സംസ്കൃതത്തിലും പ്രാവീണ്യം നേടി. പ്രധാന സാഹിത്യ കൃതികളിലൊന്നാണ് പുത്തൻപാന. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ കാവ്യമാണ്. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ പുത്തൻപാനയുടെ സംഗീത നൃത്താവിഷ്കാരം ഡിസംബർ 16 വൈകിട്ട് 4 മണിക്ക് അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്യും. ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ അതിരൂപത മാതൃവേദി ഒരുക്കുന്ന മെഗാ പുത്തൻപാന സംഗീത നൃത്താവിഷ്കാരം അരങ്ങേറും. മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, പ്രസിഡന്റ് LC വിൻസൻ, സെക്രട്ടറി ജീന ജോസഫ്, ട്രഷറർ ശോഭ ജോൺസൺ, മെഗാ പുത്തൻപാന കൺവീനർ ലിസി പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിമുക്ത ഭടന്മാരെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് മേജർ PJ സ്റ്റൈജു സായുധ സേനാദിന വാരാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജു. പട്ടാളക്കാർ സമൂഹത്തിന് ചെയ്യുന്ന നന്മകൾ നിരവധിയാണെന്നും അത് കണ്ടറിഞ്ഞ് സംരക്ഷിക്കേണ്ടത് കടമയാണെന്നും കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. അഗ്നിവീർ തുടങ്ങിയ സൈനിക റിക്രൂട്ട് റാലികളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുവരണമെന്ന് ആഹ്വാനം ചെയ്തു. ഗുരുവായൂർ ശ്രീ ഗോകുലം സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുമായി സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രിൻസിപ്പൽ KP ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രിൻസിപ്പൽ ബീജ VG സായുധ സേനാദിന സന്ദേശം നൽകി. അധ്യാപികമാരായ അളകനന്ദ, ശ്രീലക്ഷ്മി, ക്രിസ്റ്റീന, അഖില, ഐശ്വര്യ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ദിനാചരണങ്ങൾ കേവലം ആഘോഷമാക്കി മാറ്റാതെ വിദ്യാർത്ഥികളിൽ ദർശനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനാണ് സംവാദങ്ങളെന്ന് പ്രിൻസിപ്പൽ KP ശ്രീജിത്ത് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സായുധ സേനാദിന സ്റ്റാമ്പുകൾ വിതരണം ചെയ്തു. മക്കളെ കാണാതെ നടക്കുന്ന പട്ടാളക്കാരെ സംരക്ഷിക്കാനായിട്ട് ആ സായുധ സേനാ ദിനം എന്ന ഡിസംബർ 7 ചിലപ്പോൾ ചോദ്യം വരാം. ബ്ലാക്ക് ഡേ എന്നാണ് സായുധ സേനാ ദിനം ഡിസംബർ 7 എന്തിനീ ഫണ്ട് ഉപയോഗിക്കുന്നത്? യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ വിധവകളായ ഭാര്യമാര് അവരുടെ മക്കളെ ഒക്കെ സംരക്ഷിക്കാനായിട്ട്
സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഫണ്ടാണ്, മനസ്സിലായി? തിരിയണം ഒരു മർക്കോ നിങ്ങളെല്ലാവരെയും വീട്ടിലേക്ക് സ്നേഹം ക്ഷണിക്കുകയും ചെയ്യണം, മനസ്സിലായി? നിങ്ങൾക്ക് യൂണിഫോം നടക്കണ്ടേ? നിലവിട്ട് നടക്കാൻ പറ്റും. എങ്ങനെ യൂണിഫോം യൂണിഫോം എല്ലാവർക്കും സിനിമയിലിട്ട് നടക്കാം, ജീവിതത്തിലിട്ട് എടുക്കാൻ പറ്റും. നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 18 സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് NHM എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് UP ജോസഫ് അറിയിച്ചു. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം നൽകുക, ശമ്പള വർധന കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, EPF-ൽ എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തുക, പ്രസവാവധി അനുവദിക്കുക. 18 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പണിമുടക്കി മാർച്ചും ധർണയും നടത്തും. സെക്രട്ടറി മീര നിമേഷ്, സ്വീറ്റി പോൾ, വിജീഷ് KV എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ആനയുടെ ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലാണ് കാട്ടാന ശല്യത്താൽ കർഷകർ പൊറുതിമുട്ടുന്നത്. നിരന്തരം ആന ഇറങ്ങുന്നത് മൂലം പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. കൂടുതലും വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, ജാതി, റബ്ബർ തുടങ്ങിയവയും നശിപ്പിക്കുന്നുണ്ട്. ഇതിനൊന്നും തന്നെ മതിയായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് ആന എത്തിയത്. മരച്ചില്ലകൾ ഒടിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തുള്ളവർ പുറത്തിറങ്ങി ഒച്ചയുണ്ടാക്കിയതോടെയാണ് ആന സമീപത്തെ കാട്ടിലേക്ക് കയറിയത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കൂടെ 3.0 വിപണനമേള ആരംഭിച്ചു. സമൂഹത്തിന്റെ കരുതൽ ആവശ്യമുള്ള ഭിന്നശേഷിക്കാരായ ബഡ് സ്കൂൾ കുട്ടികൾ, സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ, വൃദ്ധസദനത്തിലെ അന്തേവാസികൾ എന്നിവർ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും കൂടെ 3.0 കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ 12 ഇനങ്ങൾ ഉൾപ്പെടുന്ന ക്രിസ്തുമസ് സമ്മാനം കൂടെ 3.0 സ്റ്റാളിൽ 599 രൂപ നിരക്കിൽ ലഭിക്കും. ഈ വർഷത്തെ ക്രിസ്തുമസ് പുതുവത്സര സമ്മാനം ഇതാകുമ്പോൾ കൂടെ 3.0 പതിപ്പ് പിന്തുണ കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും കരുതലായി മാറും. ഉണ്ണിയപ്പം മുതൽ അച്ചപ്പം വരെയുള്ള ബേക്കറി പലഹാരങ്ങൾ, ഹാൻഡ് വാഷ് മുതൽ ഡിഷ് വാഷ് വരെയുള്ള ഡിറ്റർജന്റുകൾ, വിവിധ സുഗന്ധത്തിലുള്ള സോപ്പുകൾ, വൈൻ, കാർപ്പറ്റുകൾ എന്നിങ്ങനെ ഗുണമേന്മയുള്ള വൈവിധ്യ ഉൽപ്പന്നങ്ങളുടെ നിര തന്നെ 3.0 പ്രദർശന വിപണനമേളയിലുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു അധ്യക്ഷനായി. സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ മീര, കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ പ്രസാദ്, പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺ പോൾ ഉൾപ്പെടെ സാമൂഹ്യനീതി വകുപ്പിന്റെ സംയുക്താഭിമുഖ്യത്തിലാണ് കൂടെ 3.0 സംഘടിപ്പിക്കുന്നത്. വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെ അനുസ്മരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 15 വൈകിട്ട് 4 കേരളവർമ്മ വായനശാലയിൽ വെച്ച് സ്മൃതിവേദി പ്രസിഡന്റ് ജോസഫ് പൂമലയുടെ അധ്യക്ഷതയിൽ സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ ഉദ്ഘാടനം ചെയ്യും. റഷീദ് പാറയ്ക്കൽ, ഡോക്ടർ ടെസി റോത്തി, കൈരളി ടീച്ചർ, അനുശ്രീ ദീപക്, ഗായത്രി ഗോപകുമാർ എന്നിവരെ ആദരിക്കും. വി മുരളി, ശശികുമാർ കൊടക്കാടത്ത്, അജീഷ് കർക്കിടകത്ത് എന്നിവർ സംസാരിക്കും. ജോസഫ് പൂമല, കെ വി മോഹൻദാസ്, മോഹനൻ അവണപ്പറമ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാടക്കത്ര പടിഞ്ഞാറെ വെള്ളാനിക്കരയിൽ ഉമേഷ് എന്നയാളുടെ മകൾ ദർശന അടുക്കളയിലെ സിങ്കിന്റെ വേസ്റ്റ് കപ്ലിംഗിൽ കൈവിരലിട്ട് വിരൽ കുടുങ്ങി. അഗ്നിശമന സേന സംഭവ സ്ഥലത്തെത്തി സിങ്ക് അഴിച്ചുമാറ്റി കൈവിരൽ കുടുങ്ങിയ വേസ്റ്റ് കപ്ലിംഗ് മുറിച്ചുമാറ്റി വിരൽ സുരക്ഷിതമായി പുറത്തെടുത്തു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർ വിൽസൺ PO, രമേശ്, ജിമോദ്, ഷാജു ഷാജി എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശ്രീനാരായണ പെൻഷനേഴ്സ് കൌൺസിൽ തൃശൂർ ജില്ലാ കൺവെൻഷൻ ഡിസംബർ 13 SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ VK ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. CM ബാബു, KV സദാനന്ദൻ, KM സജീവ്, സംഗീത വിശ്വനാഥൻ, IG പ്രസന്നൻ തുടങ്ങിയവർ സംസാരിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ K സോമൻ പ്രബന്ധം അവതരിപ്പിക്കും. മോഹനൻ കുന്നത്ത്, EK സുധാകരൻ, PK സന്തോഷ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ MN ശശിധരൻ, VK ഹരിദാസ്, ഷിബു പണ്ടാല, MK നാരായണൻ, KD മനോജ് എന്നിവർ പങ്കെടുത്തു. കൂടിയാട്ടക്കളം ഡിസംബർ 14 രാവിലെ 10 മണിക്ക് പാറമേക്കാവ് രോഹിണി കല്യാണ മണ്ഡപത്തിൽ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ശ്രീധരൻ തേറമ്പിൽ അധ്യക്ഷത വഹിക്കും. VK ശ്രീരാമൻ മുഖ്യാതിഥിയാകും. പ്രൊഫസർ ജോർജ് എസ് പോൾ, TK വാസു, TK അച്യുതൻ എന്നിവർ സംസാരിക്കും. സെക്രട്ടറി കലാമണ്ഡലം സിന്ധു സ്വാഗതവും മാർഗി അമൃത നന്ദിയും അറിയിക്കും. തുടർന്ന് മിഴാവിൽ തായമ്പക അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോർജ് എസ് പോൾ, കലാമണ്ഡലം സിന്ധു, തേറമ്പിൽ ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ യോ മീഡിയ എറണാകുളം സൗജന്യ മീഡിയ സ്കിൽ കോഴ്സ് 100% സ്കോളർഷിപ്പോടെ പരിശീലനം നൽകുമെന്ന് ഡയറക്ടർ ഡോക്ടർ KA അബ്ദുൾ നൌഷാദ് അറിയിച്ചു. എറണാകുളം യോ മീഡിയ സ്കൂളിലാണ് കോഴ്സ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും പേര്, വിലാസം, ജനനത്തീയതി എന്നിവ മൊബൈൽ നമ്പർ സഹിതം അയയ്ക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447774111. സംവിധായകൻ പ്രിയനന്ദനൻ, ലിജീഷ് മുല്ലഴത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാക്കേഴ്സ് ക്ലബ് സ്പോർട്സ് 15 മുതൽ 22 വരെ നടക്കും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ വാക്കേഴ്സ് ക്ലബിന്റെ 13ാമത് വാർഷിക സ്പോർട്സ് മത്സരങ്ങൾ ഡിസംബർ 15 രാവിലെ 7:30 മേയർ ഉദ്ഘാടനം ചെയ്യും. വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് PK ജലീൽ അധ്യക്ഷനാകും. മുഖ്യ രക്ഷാധികാരി TS പട്ടാഭിരാമൻ മുഖ്യാതിഥിയാകും. ഡിസംബർ 15 മുതൽ 22 വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ അരങ്ങേറും. കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിലും VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലും അക്വാട്ടിക് കോംപ്ലക്സിലും ഫുട്ബോൾ, അത്ലറ്റിക് മത്സരങ്ങൾ കോർപ്പറേഷൻ സ്റ്റേഡിയം പാലസ് ഗ്രൗണ്ടിലും നടക്കും. 4 വിഭാഗം ടീമുകളായി 300-ലധികം കായിക താരങ്ങൾ മത്സരിക്കും. ഉദ്ഘാടന ദിവസം മുഴുവൻ അംഗങ്ങളുടെയും മാർച്ച് പാസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓവറോൾ ചാമ്പ്യൻ ജയേഷ് ജയൻ ദീപശിഖയും ജനറൽ ക്യാപ്റ്റൻ KV വിനോദ് പതാകയും വഹിക്കും. 25 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള അംഗങ്ങളെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗമായി തിരിച്ചാണ് മത്സരം. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അഖില സുധാകരൻ, MM റസാഖ്, രാമസ്വാമി, KV വിനോദ് എന്നിവർ പങ്കെടുത്തു. മരത്താക്കര പുളിക്കത്തറ പരേതനായ കൃഷ്ണൻ ഭാര്യ കമലാക്ഷി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മക്കൾ വിജയ, ജയൻ, മല്ലിക, അമ്പിളി, ജയേഷ്, സുരേഷ് അണക്കത്തിപ്പറമ്പ്, സുധ, ശിവദാസൻ കുണ്ടോളി, സജീവൻ ചിരിയങ്കണ്ടത്ത്, സുനിത എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയാക്കി. ഗതാഗതത്തിനായി മേയർ MK വർഗീസ് തുറന്നു നൽകി. മണ്ണുത്തി വടക്കാഞ്ചേരി CPIM ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. മണ്ണുത്തിയിൽ MK കണ്ണനും വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയിൽ KCYM ലൂർദ് ഫൊറോന സമിതി മണ്ണുത്തിയിൽ പ്രതിഷേധിച്ചു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.